ഉത്തരേന്ത്യയിൽ ശക്തമായി മഴ പെയ്യുകയാണ്. യമുന നദി അപകട നിലയ്ക്ക് മുകളിലായി എന്നും പറയുന്നു. ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ലോകപുല്ലിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കുമെന്നും വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളും മരിച്ചവരുടെ എണ്ണം 29 എന്നും റിപ്പോർട്ടുണ്ട്. അതുപോലെ പഞ്ചാബിൽ പ്രളയക്കെടുതിയിലാണ് 29 പേർ മരിച്ചു എന്ന് പറയുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, അടിയന്തരമായി ഈ വാർത്തയുടെ പിന്നിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 3 മാസത്തോളമായി ഹിമാചൽ പ്രദേശിൽ അതിരൂക്ഷമായ സാഹചര്യമുണ്ട്. ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം, ഹിമാചൽ പ്രദേശിൽ ഇന്നും 4 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മേഘവിസ്ഫോടനം അടക്കമുണ്ടാവുകയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം ഹിമാചൽ പ്രദേശിൽ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 500ഓളം റോഡുകൾ ഹിമാചൽ പ്രദേശിൽ മാത്രം അടഞ്ഞു കിടക്കുകയാണ് ഈ മണ്ണിടിച്ചിലും മറ്റ് അപകടങ്ങളെയും തുടർന്ന്. സമാനമായ സാഹചര്യമാണ് പഞ്ചാബിലും ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലും ജമ്മു കശ്മീരിലും തുടരുന്നത്. പഞ്ചാബിൽ 29 പേർക്കാണ് കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടെയുണ്ടായ പ്രളയ ദുരന്തങ്ങളെ തുടർന്ന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആളുകളെ ഒഴിപ്പിക്കൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള കൃഷിനാശം പഞ്ചാബിൽ ഈ പ്രളയക്കെടുതിയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു പ്രളയമാണ് പഞ്ചാബ് ഇപ്പോൾ കടന്നുപോകുന്നത്. ജമ്മു കശ്മീരിലും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു. 50ഓളം മരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയക്കെടുതിയെ തുടർന്ന് ജമ്മു കശ്മീരിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ സന്ദർശിച്ച പ്രളയ സാഹചര്യവും ഒപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയിരുന്നു. ഒപ്പം കഴിഞ്ഞ വൈകിട്ട് മുതൽ ഡൽഹി, ഹരിയാന സംസ്ഥാനങ്ങളിൽ അതീവ ശക്തമായ തോതിൽ മഴ തുടരുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അഗ്നികുണ്ട് സംഭരണിയിൽ നിന്നും വെള്ളം തുറന്നുവിട്ടിരിക്കുന്നു. അത് യമുന നദിയിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായിരിക്കുന്നു. തുടർന്ന് ഡൽഹിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി ഡൽഹിയിൽ ജാഗ്രത തുടരുകയാണ്. നിരവധി ഈ നദിക്കരയിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കാൻ ആവശ്യമായ ടെന്റുകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെ ഡൽഹിയിലെ ലോഹാപുൽ മേഖലയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയരുന്നതിനാൽ തന്നെ ഈ ലോഹാപൂലിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വാഹന ഗതാഗതവും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കടന്നു പോകാനുള്ള അനുമതിയും നിഷേധിക്കുകയാണ്. കാരണം ഏറ്റവും ആദ്യ ഘട്ടത്തിൽ ഈ ജലനിരപ്പ് ഉയരുമ്പോൾ അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ലോഹാപൂൽ മേഖല. ഈ മേഖലയിലാണ് ഡൽഹി യമുന നദിയിലെ ജലനിരപ്പ് അളക്കാറുള്ളത്. സമാനമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രത ഈ മഴക്കെടുതിയെ തുടർന്ന് തുടരുകയാണ്. സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.